ഈ ആസ്യം കരാർ കൊണ്ടേ ഇന്ത്യ രാജ്യത്തിന് ഒരുപാട് നേട്ടം ഉണ്ടാവണമെന്നാണ് കോൺഗ്രസും പറഞ്ഞത്, നിങ്ങളും പറയുന്നത്. പക്ഷേ ഇവിടുത്തെ റബ്ബർ കൃഷിക്കാരുടെ നട്ടലൊടിച്ചു. ഇത്രയും നേട്ടം രാജ്യത്തിനുണ്ടായപ്പോൾ നേട്ടത്തിൻ്റെ കുറച്ച് ഭാഗം, എല്ലാം വേണ്ട കേട്ടോ, കുറച്ച് ഭാഗം കേരളത്തിലെ റബ്ബർ കൃഷിക്കാർക്ക് കൊടുത്താൽ എന്താ? നമ്മളിപ്പോൾ 170 രൂപ താങ്ങുവിലയുണ്ട്, ഒരു 30 രൂപ കേന്ദ്രം ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് 200 ആക്കിയൂടെ? എന്താണ് ഈ ബഡ്ജറ്റും ഇതിക്ക് മുമ്പുള്ള 9 ബഡ്ജറ്റും ഈ റബ്ബർ കൃഷിക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരുന്നതെന്നൊന്ന് പറയാമോ? ഞാൻ മറുപടി പറയാൻ തടസ്സപ്പെടുത്തരുത്. ഞാൻ റബ്ബറിന്റെ നടുക്ക് ഇരുന്നു കൊണ്ടാണ് പറയുന്നത്. ഞാൻ റബ്ബർ ബോർഡ് വൈസ് ചെയർമാൻ ആയിരുന്ന ആളാണ്. ഞാൻ പാലക്കാരനാണ്. റബ്ബറിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അതായത് റബ്ബർ എന്ന് പറയുന്ന കൃഷിക്ക് ആഗോള നിലവാരത്തിലുള്ള വിലയുടെ ഇരട്ടി വില ഇപ്പോൾ കേരളത്തിൽ കിട്ടുന്നുണ്ട്. ഇത് കൂടുതലൊന്നും കൂടാൻ പറ്റില്ല. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കേരളത്തെക്കാൾ 30 രൂപ വില കുറവാണ്. ഇതൊക്കെ കേന്ദ്രത്തിന് അറിയാം. ഇതിനു വേണ്ടി ചെയ്യുന്ന എന്താ? ഈ പറയുന്ന ഏത് അഗ്രികൾച്ചർ പ്രോഡക്റ്റും റോ മെറ്റീരിയൽ ആയിരിക്കുന്നിടത്തോളം കാലം കർഷകൻ നഷ്ടത്തിലാണ്, ആത്മഹത്യയിലേക്ക് പോകേണ്ടി വരും. അവിടെ ചെയ്യേണ്ട കാര്യം നരേന്ദ്രമോദി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, വാല്യൂ അഡീഷൻ ചെയ്യുക. ആ വാല്യൂ അഡീഷൻ ചെയ്യണമെങ്കിൽ അതിന് ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ 10,000 എണ്ണം ഉണ്ടാക്കാനുള്ള ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാൻ പെട്ടെന്ന് പറയാം ചുരുക്കി പറയാം പെട്ടെന്ന് പറയാം. ചോദ്യം കൂടി കേൾക്കാം. ഇത് ശരിയാണ്, ഇന്റർനാഷണൽ വില നമ്മുടെ ഈ വിലയൊക്കെ താന്നു. ഇന്ത്യ രാജ്യത്തിൻ്റെ നയമേ ഈ അടുത്ത കാലം വരെ, ഒരു 20-30 വർഷം മുമ്പ് വരെ ഇവിടെ ഇൻ്റർനാഷണൽ വില എന്തായാലും നമ്മുടെ രാജ്യത്തിന് റബ്ബർ ഉണ്ടാക്കി വിൽക്കണം. ഈ നയത്തിൻ്റെ അനുസൃതമായിട്ടാണ് പാവപ്പെട്ടവർ ഈ റബ്ബർ നട്ടത്. ഇപ്പോൾ വിലയിടിഞ്ഞെന്ന് പറഞ്ഞിട്ട് റബ്ബർ വെട്ടിമാറ്റാൻ പറ്റുമോ? ഈ റബ്ബർ വെച്ച് തന്നെ കൃഷി ചെയ്യണ്ടേ? അപ്പോൾ ഇന്ത്യ സർക്കാർ ചെയ്യേണ്ടത് ചെയ്യണം, ഇവർക്ക് ഒരു താങ്ങുവില കൊടുക്കുക. ഇത്രയും വലിയ നേട്ടം രാജ്യത്തിന് കിട്ടുന്നതല്ലേ? ഇപ്പോൾ കേരള സർക്കാർ 170 രൂപ കൊടുത്തിട്ടുണ്ട്. ഒരു 30 രൂപ, ഒരു 200 രൂപ താങ്ങുവില കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സമാശ്വാസമാവില്ലേ? എന്ത് നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റാത്ത? പറഞ്ഞോട്ടെ മറുപടി പറഞ്ഞോട്ടെ. ഇടതുപക്ഷ മുന്നണിയുടെ പ്രകടന പത്രികയിൽ 250 രൂപ കൊടുക്കുമെന്ന് അച്ചടിച്ച ഇടതുപക്ഷ മുന്നണി കേരളത്തിൽ അധികാരത്തിലിരിക്കുക. എന്താ 250 കൊടുക്കാത്ത എന്ന് ഞാൻ ചോദിക്കുന്നില്ല. 250 എന്താ കൊടുക്കാത്ത ചോദിക്കുന്നില്ല. കാരണം ഇടതുപക്ഷ മുന്നണിയുടെ പ്രകടന പത്രികയിൽ അടിച്ചതാണ്. ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. അതല്ല എന്നെ പറയാൻ അനുവദിക്കണം. എനിക്ക് മറുപടി ഉണ്ട്. ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ജയസൂര്യൻ, അതാണ് കേന്ദ്രം കൊടുക്കാനുള്ള 57,000 കോടി രൂപ കൊടുക്കുക. ഈ തരത്തിലേക്കൊക്കെ ഉള്ള ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. 250 രൂപയിലേക്ക് ഉടനടി അത് വെറും നമ്മുടെ ബാലഗോപാലൻ പറഞ്ഞല്ലോ, 57,000 കോടി ഒന്നും ഇല്ലെന്ന് ബാലഗോപാലൻ സമ്മതിച്ചല്ലോ. 4,600 കോടിയേ ഉള്ളെന്ന് പറഞ്ഞല്ലോ. പിന്നെ എന്തിനാ പിന്നെ നമ്മൾ കിടന്ന് ബലം പിടിക്കണം? ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. പറഞ്ഞു വന്ന ഭാഗം 57,000 കോടിയിൽ ഡിസ്പ്യൂട്ട് ഉണ്ടോ? അത് ഇത്രേ ഉള്ളൂ. 57,000 കോടി. ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. എന്റെ മറുപടി മറുപടി എനിക്കുണ്ട്. ചോദ്യത്തിനാണെങ്കിൽ മറുപടി ഉണ്ട്. ഞാൻ പറയുന്നതേ മറുപടി ഉണ്ട്. ഈ കട്ട് ചെയ്തിട്ടുള്ള വായ്പ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ അന്ന് കൊടുക്കാന്ന് റബ്ബറിന് വില. 650 കോടി രൂപ നിങ്ങളെ 5.1% കമ്മി ഉണ്ടാക്കുമ്പോ 2% കമ്മി പ്രവർത്തിക്കുന്ന കേരളമല്ലേ? ആ കട്ട് ചെയ്ത വായ്പ പുനഃസ്ഥാപിക്ക്, അന്നാക്കാം റബ്ബറിന്റെ വില. അതെങ്കിലും അതെങ്കിലും ചെയ്യും. അതായത് ജയസൂര്യൻ, നിങ്ങളോ റബ്ബറിന്റെ താങ്ങുവില ആ നിലയിൽ സപ്പോർട്ട് കൊടുക്കുന്നില്ല. കേരളത്തിന് കൊടുക്കാനുള്ള പണം കേന്ദ്രം കൊടുത്താൽ ഉറപ്പായും 250 എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ ആ വാഗ്ദാനം നടപ്പാക്കാൻ കേരളത്തിൽ ഇടതുമുന്നണി തയ്യാറാണ്. കേന്ദ്രം ആ സഹായം ചെയ്യുമോ? കേരളത്തിന് ഒരു നയ പൈസ കൊടുക്കാനില്ല. കേരളത്തിന് കേന്ദ്രം ഒരു നയ പൈസ കൊടുക്കാനില്ല. ഉണ്ടെങ്കിൽ തെളിയിക്കട്ടെ. ഞാൻ പൈസ കൊടുക്കില്ല എന്ന് പറയുന്നത് പോലെയുണ്ട് കേൾക്കുമ്പോൾ. കേരളത്തിന് ഒരു നയ പൈസയും കൊടുക്കില്ല എന്ന് പറയുന്ന ടോണിലാണ് ജയസൂര്യൻ ഇത് പറഞ്ഞു വെക്കുന്നത്. നിർഭാഗ്യകരമാണ്. കൊടുക്കാനില്ല. കൊടുക്കാനുണ്ടെങ്കിലല്ലേ കൊടുക്കാനുണ്ടെന്ന് പറയാൻ പറ്റും. കൊടുക്കാനില്ല ഉണ്ടെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ഞാൻ എന്റെ മറുപടി ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി ഒന്ന് പറഞ്ഞോട്ടെ. ഞാനൊരു റബ്ബർ കർഷകനാണ്. അല്ലെന്നേ, അതല്ല ഇപ്പൊ കേട്ടത്. അതല്ല മറുപടി അല്ല കേട്ടത്. എന്റെ മറുപടി ഇതാണ്.
3650 കോടി രൂപ 400 ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ഉണ്ടാക്കാൻ വേണ്ടി ഒന്നാം പിണറായി സർക്കാരിന്റെ കൃഷിമന്ത്രി സുനിൽ കുമാറിന്റെ കയ്യിൽ കൊടുത്തു. അത് കിട്ടി, അദ്ദേഹം നന്ദി പറഞ്ഞു, എല്ലാ പത്രങ്ങളിലും വന്നു. വാല്യൂ അഡീഷൻ ചെയ്യാൻ വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ പൈസ അനുവദിച്ചത്. വാല്യൂ അഡീഷൻ ചെയ്യാൻ ഈ റബ്ബർ കർഷകന്റെ ഉൽപ്പന്നങ്ങൾക്ക് 1 കിലോയ്ക്ക് 1000-ഓ 3000-ഓ രൂപയുടെ ഉൽപ്പന്നങ്ങൾ പഞ്ചാബിലും ഹരിയാനയിലും പോയി ഉണ്ടാക്കുന്നുണ്ട്. അത് കേരളത്തിൽ ഉണ്ടാക്കണം എന്നാണ് മോദി ഗവൺമെന്റ് പറയുന്നത്. അതിനാണ് 400 ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾ ഉണ്ടാക്കാൻ റബ്ബർ മേഖലയിൽ ഉണ്ടാക്കാമായിരുന്നു. അദ്ദേഹം ഈ വിശദീകരണങ്ങൾ നൽകും. പക്ഷേ കേന്ദ്ര സർക്കാർ തോമസ് ഐസക്കിന്റെ ശ്രദ്ധയിലേക്ക് കേന്ദ്ര സർക്കാർ ഒരു തരത്തിലും റബ്ബർ കർഷകർക്ക് ആശ്വാസമാകുന്ന നിലയിൽ താങ്ങുവില, പിന്തുണ, സപ്പോർട്ട് നൽകില്ല. താങ്കൾ കേട്ടല്ലോ. ഇതാണ് കേന്ദ്രത്തിൻ്റെ നയം. അത് കോൺഗ്രസ് ഭരിച്ചാലും BJP ഭരിച്ചാലും ഇത് കാർഷിക ഉൽപ്പന്നമായിട്ട് പോലും പരിഗണിക്കാൻ തയ്യാറില്ല. കാരണം റബ്ബർ കോർപ്പറേറ്റുകളുടെ താല്പര്യത്തിന് അനുസൃതമായിട്ടാണ് ഈ ആസിയ കരാർ പൂർണ്ണമായിട്ടുണ്ടാക്കിയിട്ടുള്ളത്. ആ നയം അദ്ദേഹം പറയുന്നതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. ഈ 2022 ഞാൻ പറയണ ഇപ്പൊ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നുണ്ടല്ലോ ബാലഗോപാല്, നോക്കിക്കോളൂ. എൻ്റെ ഒരു കണക്കൂട്ടല് ഈ വർഷത്തെ ധനക്കമ്മി 2% ആയിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ വായ്പയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ വർഷവും കേരളത്തിന് ഉറപ്പായിട്ടും 4% അർഹതയുള്ളതാണ്. അർഹതയുടെ പാതി മാത്രമേ വായ്പ അനുവദിക്കുന്നുള്ളൂ. അതൊന്നും അനുവദിച്ച് തന്നാലുണ്ടല്ല 5.1% കമ്മി ഉണ്ടാക്കണവരല്ലേ, അത് അനുവദിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഈ റബ്ബറും കൊടുക്കും, 2000 രൂപ പെൻഷനും കൊടുക്കും കേട്ടോ. അത് മതി, അതൊന്നും അനുഭവിച്ച് തന്നേച്ചാൽ മതി. ജയസൂര്യ അദ്ദേഹത്തിൻ്റെ കഴിവ് പ്രയോഗിച്ച് ഇത് സഹായിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാം. പക്ഷേ അതിനുള്ളൊരു താല്പര്യം ഏതായാലും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് കാണുന്നില്ല എന്നുള്ളിടത്താണ് പ്രശ്നം നിൽക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് ഈ ബജറ്റിൻ്റെ സമീപനവും അങ്ങേയറ്റം നിരാശാജനകമാണ്. ഏതൊക്കെ നിലയിൽ കേരളത്തെ അവഗണിക്കുന്നു എന്നത് വളരെ സ്പഷ്ടമായി മുൻകാലത്തേക്കാൾ അധികം മനസ്സിലാക്കുന്നതിന് ഈ ബജറ്റ് സഹായകരമായി മാറുന്നു എന്നതുകൂടിയാണ് ഈ ചർച്ചയുടെ ഒടുക്കം എത്തി നിൽക്കുന്ന വളരെ സുപ്രധാനമായ ഒരു ഘട്ടം.